ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, നിസ്കാരവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ഇനിയുള്ള അധ്യായത്തിൽ വിശദീകരിക്കാനുള്ളത്. മൂന്നാമത്തെ അധ്യായം ബാബു അഹ്കാമുസ് സ്വലാ, നിസ്കാരവുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ, വിധിവിലക്കുകൾ. വഫീഹി സബ്അതു ദവാബിത്ത്, ഈ അധ്യായത്തിൽ 7 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. 7 വിഷയങ്ങൾ ഏതെല്ലാമാണ്? അദ്ദാബിത്തുൽ അവ്വൽ ശുറൂത്ത് വുജൂബി സ്വലാത്തി 5, നിസ്കാരം നിർബന്ധമാകാനുള്ള നിബന്ധനകൾ. മദ്രസൻ്റെ അവിടെ എനിക്ക് ചൊല്ലിട്ടാ. അദ്ദാബിത്തുൽ അവ്വൽ, ഒന്നാമത്തെ അടിസ്ഥാനം ശുറൂത്ത് വുജൂബി സ്വലാ, നിസ്കാരം നിർബന്ധമാകാനുള്ള നിബന്ധനകൾ. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു ശുറൂത്ത് സിഹ്ഹത്ത് സ്വലാ, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ്. ഇത് ശുറൂത്ത് വുജൂബി സ്വലാ, നിസ്കാരം നിർബന്ധമാകാൻ എപ്പോഴാണ് ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാവുക എന്ന് ചോദിച്ചാൽ ഇനി പറയുന്ന ആ കാര്യങ്ങളാണ് ഉത്തരം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിശദീകരിച്ചത് എപ്പോഴാണ് ഒരാളുടെ നിസ്കാരം ശരിയാവുക എന്നതിനുള്ള ഉത്തരമാണ്. നിസ്കാരം ശരിയാവണമെങ്കിൽ ഉള്ള നിബന്ധനകളാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് ശുറൂത്ത് സിഹ്ഹത്ത് സ്വലാ എന്നതിൽ. ഇത് ശുറൂത്ത് വുജൂബ് സ്വലാ, നിസ്കാരം ഒരാൾക്ക് എപ്പോൾ നിർബന്ധമാകും എന്നതാണ് ഒന്നാമത്തെ അടിത്തറ. നമ്മൾ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നതിന് മുൻപ് ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 അദ്ദാബിത്തുസ് സാനി അർക്കാനുസ് സ്വലാ, നിസ്കാരത്തിൻ്റെ റുക്നുകൾ ഏതെല്ലാമാണ്. അദ്ദാബിത്തുസ് സാലിസ്, മൂന്നാമത്തേത് വാജിബാത്തുസ് സ്വലാ, നിസ്കാരത്തിലെ വാജിബുകൾ ഏതൊക്കെയാണ്. അപ്പോൾ നിസ്കാരത്തിൽ റുക്നുണ്ട്, വാജിബുണ്ട്. അദ്ദാബിത്തുർ റാബിഅ സുനനുസ് സ്വലാത്തിൽ ഖൗലിയ്യ, നിസ്കാരത്തിൽ ചൊല്ലേണ്ട സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് 4ാമത്തെ പാഠം. അദ്ദാബിത്തുൽ ഖാമിസ് സുനനുൽ അഫ്ആൽ, പ്രവർത്തനത്തിൽ പാലിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്. നിസ്കാരത്തിൽ ചില കാര്യങ്ങൾ സുന്നത്തായി ചൊല്ലാനുണ്ട്, ചിലത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ്. 6ാമത്തെ കാര്യം അദ്ദാബിത്തു അസ്സാദിസ് മക്രൂഹാത്തുസ് സ്വലാ, നിസ്കാരത്തിൽ മക്രൂഹായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ചെയ്യുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് മക്രൂഹ്. ഹറാമല്ല, ചെയ്താൽ നിഷിദ്ധമല്ല, പക്ഷേ അത് ഉപേക്ഷിക്കലാണ് നല്ലത്. അദ്ദാബിത്തു അസ്സാബിഅ മുബ്തിലാത്തുസ് സ്വലാ, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിലുള്ളത്. ഇത് എല്ലാവരും കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കേണ്ടതാണ്. നിസ്കാരം എപ്പോഴാണ് നിർബന്ധമാവുക, നിസ്കാരത്തിലെ റുക്നുകൾ ഏതൊക്കെയാണ്, നിസ്കാരത്തിലെ വാജിബുകൾ ഏതൊക്കെയാണ്, നിസ്കാരത്തിലെ സുന്നത്ത് ഏതൊക്കെയാണ്, നിസ്കാരത്തിലെ സുന്നത്തുകളിൽ തന്നെ വാക്കുകൾ സുന്നത്ത് ഏതൊക്കെയാണ്, പ്രവൃത്തികളുടെ സുന്നത്ത് ഏതൊക്കെയാണ്, നിസ്കാരത്തിൽ ഉപേക്ഷിക്കേണ്ട മക്രൂഹായ കാര്യങ്ങൾ എന്താണ്, നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ എണ്ണി 1, 2, 3 എന്ന് പറഞ്ഞ് പഠിക്കുന്നത് കൊണ്ട് തന്നെ മനഃപ്പാഠമാക്കാൻ ഇൻഷാ അല്ലാഹ് എളുപ്പമാണ്. നിസ്കാരത്തെ സുന്നത്തും വാജിബും വേർതിരിക്കുന്നത് കൊണ്ട് മറ്റു ചില ഉപകാരങ്ങൾ കൂടിയുണ്ട്. ഒരാൾക്ക് അസുഖമുണ്ട്, അപ്പോൾ അസുഖമുള്ള സന്ദർഭത്തിൽ നിസ്കരിക്കുമ്പോൾ അയാൾ വാജിബായ കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് അയാൾക്ക് പ്രയാസകരമായി നിസ്കരിക്കും. പല ആളുകൾ ICUവിലൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അവിടെ നിസ്കരിക്കുമ്പോൾ അയാൾക്ക് വാജിബ് മാത്രം ചെയ്താൽ മതി. അങ്ങനെ വാജിബ് മാത്രം ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അയാൾക്ക് നിസ്കാരം നിർവഹിച്ച് തീർക്കാം. പക്ഷെ ഇത് പഠിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഏതാണ് വാജിബ് എന്ന് ആൾക്കറിയില്ല, ഏതാണ് റുക്നെന്ന് അറിയില്ല, ഏതാണ് സുന്നത്ത് എന്നറിയില്ല, ഇത് ഉണ്ടാവാൻ പാടില്ല. സഹോദരങ്ങളെ, ഇത് പണ്ട് മുതലേ മദ്രസകളിൽ പഠിപ്പിക്കാറുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പലരും ഇത് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കിത് അറിയുന്നില്ല എന്നുള്ളത് വലിയ ഗുരുതരമായ കാര്യമാണ്. ചിലപ്പോഴെങ്കിലും ആളുകൾ ചിലപ്പോൾ നിസ്കരിക്കാൻ വന്നാൽ കാണാം, കുറേ ദൂരം നടന്നു വന്ന ആൾക്കാരായിരിക്കും. അത്രയും നേരം അന്ന് നടക്കാനൊരു പ്രശ്നമില്ല, എന്നിട്ട് നിസ്കരിക്കുന്നത് കസേരമേലായിരിക്കും. നിൽക്കാനൊന്നൊരു പ്രയാസമില്ല, പക്ഷേ ചെറിയ എന്തൊരു മുട്ടുവേദന ഉണ്ടാവും. അപ്പോൾ അത്രയും നേരം നടന്നു വന്ന ആൾ മസ്ജിദിലെത്തിയാൽ ഇരുന്ന് നിസ്കരിക്കും. ഫർളായ നിസ്കാരം. നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്ന ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ഇതുപോലെ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, നിസ്കാരം ബാത്തിലാകുന്ന സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ സുന്നത്തായ കാര്യങ്ങൾ, ഇങ്ങനെ ഇവ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നത് നിസ്കാരം ഒരാൾ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൽ ധാരാളം പാഠങ്ങളുള്ള അധ്യായമാണ് ഈ അധ്യായം.
ഭാഗങ്ങളായി ഇൻഷാ അല്ലാഹ്, ഓരോ ദർസുകളായി നമുക്കതിൽ ഓരോന്നായിട്ട് എടുക്കാം ഇൻഷാ അല്ലാഹ്. വഫീഹി സബ്അത്തു ളവാബിത്ത്, 7 അടിത്തറകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഒന്ന് അദ്ദാബിത്തുൽ അവ്വൽ ശുറൂത്ത് വുജൂബി സ്വലാത്തി ഖംസ, ഒരാളുടെ മേൽ നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ 5 നിബന്ധനകളുണ്ട്. ഖംസ എന്ന് പറഞ്ഞാൽ 5. അൽ അവ്വലു അൽ ഇസ്ലാം, ഒന്നാമത്തെ കാര്യം ഇസ്ലാമാണ്. ഒരാൾ മുസ്ലിം ആകുന്നതോടെയാണ് അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുള്ളൂ. അയാളോടാണ് നിസ്കാരം കൽപ്പിക്കേണ്ടത്. മുസ്ലിം ആകാത്ത ഒരാളുടെ നിസ്കാരം കൽപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം അയാളുടെ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എന്ത് പറഞ്ഞത്? യാ മുആദ് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, മുആദേ നീ പോകുന്നത് വേദക്കാരുടെ അരികിലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിലേക്കാണ്, തൗഹീദിലേക്കാണ്. ഫഇൻഹും അതാഊക ലിദാലിക് ഫഅലിംഹും അന്ന അല്ലാഹ ഇഫ്തറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, അത് അവർ അനുസരിച്ചാൽ, തൗഹീദ് അനുസരിച്ചാൽ നീ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? 5 നേരത്തെ നിസ്കാരം രാവിലെയും രാത്രിയുമായി അവർക്ക് മേൽ നിർബന്ധമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലേ? ഇപ്പം നിസ്കാരം പറയേണ്ടത് തൗഹീദ് പറഞ്ഞതിന് ശേഷമാണ്, തൗഹീദിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അയാളെ തൗഹീദ് ഇല്ലാത്ത അവസ്ഥയിൽ നീ കണ്ടു, മുസ്ലിം പേരുള്ള ആളാന്ന് വിചാരിക്കുക. അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാതെ എന്ത് നന്മ അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാൾ എത്ര നിസ്കരിച്ചത് കൊണ്ടോ സക്കാത്ത് കൊടുത്തത് കൊണ്ടോ കാര്യമില്ല. ഇന്ന് ചിലപ്പോഴെങ്കിലും ചില പ്രബോധക സംഘങ്ങളെ ബാധിക്കുന്ന അപകടമാണിത്. ആളുകളോട് എല്ലാവരോടും നടന്ന് നിസ്കരിക്കണമെന്ന് പറയും, പക്ഷെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യം, ജാറങ്ങളിലേക്കും മഖ്ബറകളിലേക്കും ആരാധനകളുമായി പോയാലും മുശ്രിക്കാണ് എന്ന കാര്യം, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യം, അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ മുശ്രിക്കാകുമെന്ന് അത് മുണ്ടില്ല. അവൻ്റെ കയ്യിൽ ഉറുക്കുണ്ട്, ഏലസുണ്ട്, അവൻ ചിലപ്പോൾ സിഹ്റ ചെയ്യുന്നുണ്ട്. അവൻ്റെ കടയിൽ പോയി ചിലപ്പോൾ ജമാഅത്തിന് പോകും ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടി. എന്നിട്ട് ഓരോ കടയിലും കയറും. പല കടകളിലും അതാ കടയിലിരിക്കുന്ന ആളുടെ തലൻ്റെ മേൽ തന്നെ ഒരു തകിട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്താ ഈ തകിട്? തനിച്ച സിഹറാണ് ആ തകിട്. കുറേ കുത്തും വരയും പല പേരുകളും ചില അറബി പേരുകളും ഒക്കെ വെച്ചിട്ടുള്ള തകിട് കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോട്ടലുകളിലൊക്കെ? എന്താണത്? അത് സിഹറാണ്. അത് സിഹർ ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. അത് അവിടെ നേരെ അവൻ്റെ തലൻ്റെ മുകളിലുണ്ട്. ഒന്നും പറയില്ല, നിങ്ങൾ നിസ്കരിക്കാൻ വരണം, നിസ്കരിക്കാൻ. അവൻ നിസ്കരിച്ചുകൊണ്ട് കാര്യമില്ല, നിസ്കാരം സ്വീകരിക്കില്ല. ഷിർക്ക് ചെയ്ത ഒരാളുടെ നിസ്കാരം സ്വീകരിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. തൗഹീദിനു മേൽ പടുത്തുയർത്തുന്ന അമലുകളെ സ്വീകരിക്കുള്ളൂ. ഒരാൾ അയാളുടെ മേൽ നിസ്കാരം നിർബന്ധമാകണോ, അയാൾ ആദ്യം മുസ്ലിം ആയിരിക്കണം, തൗഹീദുള്ളവനായിരിക്കണം. ശരി, പരലോകത്ത് കുഫാറുകൾ എത്തിക്കഴിഞ്ഞാൽ അവർ തൗഹീദ് സ്വീകരിക്കാതെ മരിച്ചു പോയാൽ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അങ്ങനെ ഒരാൾ മരിച്ചു പോയാൽ അയാൾ നിസ്കരിക്കാത്തതിന് ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടും. നിസ്കരിക്കാത്തതിന് കൂടി അയാൾക്ക് ശിക്ഷ ഉണ്ടായിരിക്കും. ഖുർആനിലെ സൂറത്തുൽ മുദ്ദസിറിലെ ആയത്താണ് അതിന് തെളിവ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുദ്ദസിറിൽ അള്ളാഹു പറഞ്ഞു, ഖാലൂ മാ സലകകും ഫീ സഖർ, നിങ്ങളെങ്ങനെയാണ് നരകത്തിൽ പ്രവേശിച്ചത് എന്ന് അവരോട് ആളുകൾ ചോദിക്കും, നരകത്തിലുള്ള ആൾക്കാരോട്. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, അവർ പറയും ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ തമാശ പറയുന്നവരോടൊപ്പം ആ തമാശയിൽ മുഴുകിപ്പോയി. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഞങ്ങൾ പരലോകത്തെ നിഷേധിക്കുന്നവരായിരുന്നു. അപ്പോൾ പരലോകത്തെ നിഷേധിച്ചാൽ അതുകൊണ്ട് തന്നെ അവൻ കാഫിറായിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് പരലോകത്തെ നിഷേധിച്ചത് കൊണ്ട് മാത്രം നരകത്തിൽ പോയി എന്നല്ല. പിന്നെയോ പരലോകത്തിൽ പ്രവേശിക്കാൻ കാരണം നരകത്തിൽ പ്രവേശിക്കാൻ കാരണം പരലോകത്തെ ഞങ്ങൾ കളവാക്കി, നിസ്കരിച്ചില്ല, മിസ്കീന് ഭക്ഷണം കൊടുത്തില്ല, അതുകൂടി അവർ കാരണം. അപ്പോൾ അതിനു കൂടിയുള്ള ശിക്ഷ അവർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നോമ്പ് വെൽക്കാത്തതിനും നിസ്കരിക്കാത്തതിനും ഹജ്ജ് ചെയ്യാത്തതിനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാത്തതിനും ഒക്കെ ഇതിനുള്ള ശിക്ഷ അവിടെ ഉണ്ട്. അതോടൊപ്പം അവരുടെ കുഫറിനുള്ള ശിക്ഷയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരാൾ അയാളുടെ മേൽ നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അയാൾ മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം അൽ അഖ്ലു, അയാൾക്ക് ബുദ്ധി ഉണ്ടാകണം. ബുദ്ധിയുള്ളവൻ്റെ മേൽ മാത്രമേ നിസ്കാരം നിർബന്ധമാവുള്ളൂ. അപ്പോൾ ബുദ്ധിയില്ലാത്ത ഭ്രാന്തുള്ള ആളുകൾ അവർക്കുമേൽ നിസ്കാരം നിർബന്ധമാവുകയില്ല. എന്നാൽ ഒരു മനുഷ്യന് ചില സന്ദർഭങ്ങളിൽ ഭ്രാന്ത് വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ തരം അസുഖങ്ങളിൽ. വേറെ ചില സമയങ്ങളിൽ അയാൾക്ക് ബുദ്ധി ഉണ്ടായിരിക്കും.
അയാൾക്ക് കാര്യങ്ങൾ വകതിരിഞ്ഞ് അറിയാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കും. ചില സമയത്ത് ഭ്രാന്ത് ബാധിക്കും. അത്തരം ആളുകൾ അവർക്ക് കുറച്ചു നേരമെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ വക്തിൽ ബുദ്ധിയുണ്ടെങ്കിൽ അവർ ആ നിസ്കാരം നിർവഹിച്ചിരിക്കണം. ഒരാൾക്ക് ളുഹർ ബാങ്ക് കൊടുത്തതിന് ശേഷം ബുദ്ധി ഉണ്ടായിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭ്രാന്ത് ബാധിച്ചു. അസറിന് ശേഷമാണ് അയാൾക്ക് ബുദ്ധി തിരിച്ചു ലഭിച്ചതെന്ന് വിചാരിക്കുക. എങ്കിൽ അസറിന് ശേഷം അയാൾ ളുഹർ നിസ്കരിക്കണം. അയാൾ ഉറങ്ങിയ ആളെ പോലെ അല്ല, നിസ്കാരം നിർബന്ധമാണ്. കാരണം കുറച്ച് സമയമാണെങ്കിലും അയാൾ ആ നിസ്കാരം നിർബന്ധമുള്ള സ്ഥിതിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ ICUവിൽ ഒരാളുണ്ട്, അപ്പോൾ അയാൾക്ക് ബോധം പോയിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എത്ര സമയം ബോധം പോയാലാണ് നിസ്കാരം ഒരാളുടെ മേൽ നിർബന്ധമാവാതിരിക്കുക എന്നുള്ളത്. പല ആളുകളും പറഞ്ഞത്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം 3 ദിവസം ഒരാൾക്ക് അതിൽ കൂടുതൽ ബോധമില്ലാതെ ആയിക്കഴിഞ്ഞാൽ അയാൾ നിസ്കാരം ഖളാ വിട്ടേണ്ടതില്ല. 3 ദിവസത്തിൽ താഴെയാണെങ്കിൽ ബോധം നഷ്ടപ്പെട്ട നിസ്കാരം മടക്കി നിർവഹിക്കണം, ഖളാ വിട്ടണമെന്ന് പല പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ബോധം പോയിക്കൊണ്ടും അതുപോലെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിസ്കാരം വാജിബാകുന്ന സമയത്ത് അയാൾക്കത് ലഭിച്ചാൽ ആ സമയത്ത് നിസ്കരിച്ചിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 അൽ ബുലൂഹു. ബുലൂഹ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവണം. കഴിഞ്ഞ ദർശനം പറഞ്ഞാണ് എപ്പോഴാണ് ഒരാൾക്ക് പ്രായപൂർത്തിയാവുന്നത്. അതിൽ 15 വയസ്സാവണം, ഗുഹ്യസ്ഥാനത്ത് രോമം മുളക്കുക, അതല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുക. സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹൈദ് ആരംഭിക്കുക. ഇതുകൂടി കൂടുതലുണ്ട്. 4 കാര്യം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി, എല്ലാം കൂടി സംഭവിക്കണമെന്നില്ല. ഇതിലൊന്ന് സംഭവിച്ചാൽ തന്നെ അയാൾ പ്രായപൂർത്തിയായി. ഒന്നിൽ 15 വയസ്സാവുക, അതല്ലെങ്കിൽ ഗുഹ്യസ്ഥാനത്ത് രോമം മുളച്ചു തുടങ്ങുക, അതല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുക. അതുമല്ല സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹൈദ് ആരംഭിക്കുക. ഇപ്പോൾ പ്രായപൂർത്തി എത്തുന്നതോടുകൂടിയേ നിസ്കാരം നിർബന്ധമാവുള്ളൂ. പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് നിസ്കരിച്ചാലോ? ചില കുട്ടികൾക്ക് 10 വയസ്സായിട്ട് പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാവില്ല. നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം, സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മുറു അബ്നാഅക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇൻ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ 7 വയസ്സെത്തിയാൽ നിസ്കരിക്കാൻ പറയണം. 7 വയസ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. 7 വയസ്സ് ജനുവരി ഫെബ്രുവരി കണക്കല്ല, ഹിജറ വർഷത്തിൻ്റെ കണക്കാണ്. അത് നേരത്തെ ആവും. നമ്മൾ മറ്റേ ബർത്ത്ഡേ നോക്കിയിട്ട് ഇരിക്കരുത്. 7 വർഷം എന്ന് പറഞ്ഞാൽ ഹിജറ വർഷത്തിൻ്റെ കണക്കാണ്. ഹിജറ വർഷക്കണക്ക് പ്രകാരം എൻ്റെ കുട്ടിക്ക് 7 വയസ്സായാൽ മുറു അബ്നാഅക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്അ. 7 വയസ്സായി കഴിഞ്ഞാൽ കുട്ടിയോട് നിസ്കരിക്കാൻ പറയൽ രക്ഷിതാവിൻ്റെ മേൽ വാജിബാണ്. കുട്ടിയോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ രക്ഷിതാവ് കുറ്റക്കാരനാണ്. അപ്പോൾ ഓരോ നിസ്കാരത്തിനും പറയണം, കുട്ടി അത് ശീലാക്കുന്നത് വരെ. സുബ്ഹ് നിസ്കാരത്തിനും പറയണം. കുട്ടിക്ക് നിസ്കരിക്കൽ നിർബന്ധമാണോ? കുട്ടിക്ക് നിസ്കരിക്കൽ നിർബന്ധമല്ല. പക്ഷേ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കൽ രക്ഷിതാവിൻ്റെ മേൽ നിർബന്ധമാണ്. അപ്പോൾ കുട്ടിയോട് പറയണം, മോനെ നിസ്കരിക്ക് പോയിട്ട്. അവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അവൻ അടിക്കേണ്ടതില്ല. 7 വയസ്സായി കഴിഞ്ഞാൽ, 8 വയസ്സായി കഴിഞ്ഞാൽ, 9 വയസ്സായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സെത്തിയാൽ പിന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. കുട്ടി പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലോ എന്നാലും അടിക്കണം. 10 വയസ്സായി, കുട്ടി പ്രായപൂർത്തി ആയിട്ടില്ല, എന്നാലും അടിക്കണം. എന്തുകൊണ്ട് അടിക്കണം? കുട്ടി നിസ്കാരം ശീലമാക്കുന്നതിന് വേണ്ടി. കുട്ടിക്ക് നിസ്കാരം എപ്പോഴും വാജിബല്ല പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ. പക്ഷേ കുട്ടി നിസ്കാരം ശീലമാക്കാൻ 10 വയസ്സെത്തിയിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇത് നിങ്ങൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം. മക്കൾ വളർന്നു വരുമ്പോൾ കുട്ടികൾ ഒരിക്കലും പലപ്പോഴും രക്ഷിതാക്കളുടെ കണ്ണിൽ വലുതാവില്ല. എത്ര പോയാലും കുട്ടിയായിരിക്കും. 18 വയസ്സായാലും ചിലപ്പോൾ ആൾക്കാർ കുട്ടിയാണെന്നറിയും. അതുകൊണ്ട് കുട്ടികളുടെ പ്രായമെത്തിയാൽ നിങ്ങൾ കുറ്റക്കാരായിരിക്കും മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ. അവർക്ക് 7 വയസ്സെത്തിയാൽ, ഹിജറ വർഷപ്രകാരം 7 വയസ്സെത്തിയാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സെത്തിയാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. കുട്ടികൾ നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലത്തിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ടായിരിക്കും. കുട്ടികൾക്കത് സുന്നത്തായി രേഖപ്പെടുത്തും. അവർ ചെയ്യുന്ന നന്മകൾ, ചെറിയ മക്കൾ ചെയ്യുന്ന നന്മകൾ അവർക്ക് സുന്നത്തായി രേഖപ്പെടുത്തുന്നതാണ്. എന്നാൽ അവർ ചെയ്യുന്ന തിന്മകളോ, തിന്മ അവരുടെ മേൽ രേഖപ്പെടുത്തില്ല. നന്മ മാത്രമാണ് കുട്ടികളുടെ കാര്യത്തിൽ രേഖപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. ചെറിയ കുട്ടികളിപ്പോൾ 7, 8, 9 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവർ ആ പ്രായത്തിൽ ചെയ്യുന്ന തിന്മകൾ അവർക്ക് നേരെ രേഖപ്പെടുത്തുകയില്ല, നന്മ രേഖപ്പെടുത്തുകയും ചെയ്യും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. 3-ാമത്തെ കാര്യം അതാണ് അൽ ബുലൂഗ്, കുട്ടികൾക്ക് പ്രായപൂർത്തിയാവും. 4-ാമത്തെ കാര്യം അദമുൽ ഹൈദ്.
ആർത്തവം ഉണ്ടാവാതിരിക്കുക. ആർത്തവമുണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല, നിസ്കരിക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സ്ത്രീ ആർത്തവമുള്ള സമയത്ത് നിസ്കരിച്ചാൽ കാഫിറാകുമെന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. കാരണം നിസ്കാരത്തെ കളിയാക്കലാണ് എന്നതുകൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധിയിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടൊരു സ്ത്രീ ആർത്തവമുള്ള സമയത്ത് നിസ്കരിക്കാൻ വിചാരിക്കുക, അത് ചിലപ്പോൾ കുഫറിന് വരെ കാരണമാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ആർത്തവകാരി നിസ്കരിക്കരുത്. ആർത്തവകാരികൾ അവർക്ക് സംഭവിക്കാറുള്ള 2 തെറ്റുകളുണ്ട്. ഒന്നല്ലെങ്കിൽ തീരെ അലസത കാണിക്കുക. ഇപ്പോൾ ആർത്തവത്തിൻ്റെ രക്തം നിലക്കാനായി എന്ന് ഏതാണ്ട് സൂചനയുള്ള സമയം എത്തിയാലും ശ്രദ്ധിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, നിസ്കാരത്തിൻ്റെ വക്തുകളിൽ നോക്കണം നിലച്ചോ എന്നുള്ള കാര്യം. ചിലപ്പോൾ നിലച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഒരു 1-2 വക്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നോക്കുന്നത്. അത് പാടില്ല. ആർത്തവ രക്തം നിലക്കാനായി എന്ന് തോന്നിയാൽ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് ആർത്തവം നിലച്ചത് മനസ്സിലാവുക? കിതാബ് തഹാറയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. 2 ഒരു അടയാളമാണ് ആർത്തവം നിലച്ചതിൻ്റെ അടയാളം. ഒന്നല്ലെങ്കിൽ ആർത്തവ രക്തം വരുന്ന സ്ഥലത്ത് ഉണക്കം കാണുക, അതല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പൊതുവെ പറയാറുള്ള അൽ ഖുസ്സത്തുൽ ബൈദ, വെളുത്ത നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വരാം. ഇതിൽ 2 ഒന്ന് സംഭവിച്ചാൽ അതോടുകൂടി ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായിട്ടുണ്ട്. ആർത്തവത്തിന് ബന്ധപ്പെട്ട വിധിവിലക്കൽ കുറച്ച് വിശദമായി നമ്മൾ കിതാബ് തഹാറിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ അത് കേൾക്കണം. ആർത്തവം അവസാനിച്ചു എന്ന് തിരിച്ചറിയാനുള്ള അടയാളം അതാണ്. ശരി, ആർത്തവം അവസാനിച്ചു. ഇപ്പോൾ അസർ നിസ്കാരം 4 മണിക്കെന്ന് വിചാരിക്കാം. അവൾക്ക് ആർത്തവം അവസാനിച്ചത് ഒരു 3:45 അവൾ ദുഹർ നിസ്കരിക്കണോ വേണ്ടേ? നിസ്കരിക്കണോ വേണ്ടേ? ദുഹർ നിസ്കരിച്ചിരിക്കണം. ഒരു സ്ത്രീക്ക് വാജിബായ കുളിച്ച് 1 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ബാക്കിയുണ്ട് എങ്കിൽ അവൾ ആ വക്ത് നിസ്കരിച്ചിരിക്കണം. 1 വക്ത്, ഒറ്റ റക്അത്ത് നിസ്കാരം. അതിൻ്റെ സമയം കണക്കാക്കുന്നത്, നിസ്കാരത്തിന് സമയം ലഭിച്ചു എന്ന് പറയുന്നത് ഒരൊറ്റ റക്അത്തിലുള്ള സമയം ഉണ്ടായാൽ മതി. അപ്പോൾ ചില സ്ത്രീകൾക്ക് വലിയ വസ്വാസമുണ്ട് ഹൈലിൻ്റെ കുളിയുടെ കാര്യത്തിൽ. ഇപ്പോൾ 10 ബക്കറ്റ് വെള്ളം എടുത്ത് കുളിച്ചാലേ ഹൈലിൻ്റെ കുളി ആവുള്ളൂ എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. അത് വേണ്ടതില്ല. ഹൈലിൻ്റെ വാജിബായ കുളി ആകെ ഇത്രയേ ഉള്ളൂ. ഹൈലിൻ്റെ രക്തം വരുന്ന സ്ഥലം വൃത്തിയാക്കുക, ശരീരം മുഴുവൻ നനയുന്ന രൂപത്തിൽ വെള്ളം ഒഴിക്കുക, എല്ലായിടത്തും വെള്ളം എത്തിയെന്ന് ഉറപ്പായാൽ ഖലാസ്, കുളി കഴിഞ്ഞു. ഇത്രയും സമയം ആവശ്യമുള്ളൂ. ഇതാണ് വാജിബായ കുളി. അതിനുശേഷം നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും കുളിച്ചോ, വൃത്തിയാവാൻ വേണ്ടി ഇനി ഒന്നാ കുളിക്കണേ വീണ്ടും കുളിച്ചോ. പക്ഷേ വാജിബായ കുളി ഇതാണ്. ഇപ്പോൾ കുളിച്ചിട്ട് നിസ്കരിക്കാൻ ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമുണ്ടെങ്കിൽ ആ വക്ത് നിസ്കരിച്ചിരിക്കണം. ഇത് ളുഹറിൻ്റെ കാര്യത്തിൽ പറയുന്നതിനേക്കാൾ പ്രാധാന്യത്തിൽ പറയേണ്ടത് അസറിൻ്റെ കാര്യത്തിലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു സ്ത്രീ അസറിൻ്റെ സമയത്ത്, ഇബ്നു ബാസിൻ്റെ അഭിപ്രായം അതാണ്, അസറിൻ്റെ സമയത്ത് ഒരു സ്ത്രീ ശുദ്ധിയായാൽ അവൾ ദുഹർ ഖദാ വീട്ടി നിസ്കരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അസറിൻ്റെ സമയത്താണ് ഒരു സ്ത്രീ ശുദ്ധിയായത് എങ്കിൽ ദുഹറും അസറും നിസ്കരിക്കണം. ഇശാഇൻ്റെ സമയത്താണ് ശുദ്ധിയായത് എങ്കിൽ മഗ്രിബും ഇശാഉം നിസ്കരിക്കണം എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അലം, ഏത് വക്തിലാണോ ശുദ്ധിയാവുന്നത് ആ വക്ത് നിസ്കരിച്ചാൽ മതി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അസറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ, അസർ ചിലപ്പോൾ കുറച്ച് നേരം മുന്നേ ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ മഗ്രിബിൻ്റെ സമയത്തിലേക്ക് കടന്നു. അതുകൊണ്ട് നിസ്കാരം ബാധ്യത കഴിഞ്ഞിട്ടില്ല, കുളിക്കുക, വേഗം നിസ്കരിക്കുക. ഇതേപോലെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിസ്കാരമാണ് സുബ്ഹനിസ്കാരം. സുബ്ഹനിസ്കാരം ഇതേപോലെ തന്നെ ആർത്തവം അവസാനിച്ചിട്ടുണ്ടോ എന്നവർ പരിശോധിക്കണം. നേരെ ഉറങ്ങിപ്പോകാൻ പാടില്ല. അപ്പോൾ 4ാമത്തെ കാര്യം അതാണ്, അദമുൽ ഹൈദ്. ഹൈദ് ഉണ്ടാവരുത്. ഹൈദ് ഇല്ലാത്ത അവസ്ഥയിൽ മാത്രമേ നിസ്കാരം വാജിബാവുകയുള്ളൂ. 5 അദമുൻ നിഫാസ്. നിഫാസ് ഉണ്ടാവാൻ പാടില്ല. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തമാണ്. അപ്പോൾ പ്രസവരക്തം ഇല്ലാത്ത അവസ്ഥയിലെ നിസ്കാരം നിർബന്ധമാവുകയുള്ളൂ. ഇതാണ് ശുറൂത്ത് വുജൂബ് സ്വലാ എന്നതിൽ ഉൾപ്പെടുന്നത്. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇസ്ലാം, അഖ്ല്, ബുലൂഗ്, അദമുൽ ഹൈദ്, അദമുൻ നിഫാസ്. ഈ 5 കാര്യങ്ങൾ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ മേൽ നിസ്കാരം നിർബന്ധമായി. ഇനി അർക്കാനുസ്സല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കാനുള്ളത്. അതിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നില്ല. പക്ഷേ അടുത്ത ദർസിന് വരുന്നതിന് മുൻപ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നിസ്കാരത്തിലെ റുക്ൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിസ്കാരത്തിലെ വാജിബ്? എന്താണ് നിസ്കാരത്തിലെ
ഷർത്തുകൾ, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിസ്കാരത്തിലെ സുന്നത്തുകൾ, 4 കാര്യങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നന്ദി. എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ ഇനി അടുത്ത ദർസിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത ദർസ് മനസ്സിലാവില്ല. ഏതൊക്കെ 4 കാര്യം? ഷർത്ത്, റുക്ന്, വാജിബ്, സുന്നത്ത്. ഷർത്ത് എന്ന നിബന്ധന, റുക്ന് എന്ന് പറഞ്ഞാൽ സ്തംഭം എന്നർത്ഥം പറയാറുണ്ട്, വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധ കാര്യം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഐച്ഛികമായ കാര്യം. ഷർത്തും റുക്നും വാജിബും ഒക്കെ നിർബന്ധമാണ്. പക്ഷേ ഇതൊക്കെ അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അതായത് ഇതൊക്കെ നേരെ പദാനുപദ അർത്ഥം പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവില്ല നമുക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഷർത്തുണ്ട്, വാജിബുണ്ട്, റുക്നുണ്ട്, സുന്നത്തുണ്ട്. ശരി, ഷർത്ത് നിസ്കാരത്തിന് പുറത്തായിരിക്കും, നിസ്കാരത്തിന് മുൻപായിരിക്കും സംഭവിക്കുക. വുദൂ പോലെ നമ്മൾ കഴിഞ്ഞാണ് ഷർത്ത് നമ്മൾ പഠിച്ചതാണ്. വുദൂ ഉദാഹരണത്തിന് ശുദ്ധിയാക്കാന്നുള്ളത് നിസ്കാരത്തിന് ഉള്ളിലാണോ വുദൂ ഉള്ളത്? അല്ല, നിസ്കാരത്തിന് പുറത്താണ്. ഷർത്ത് എപ്പോഴും നിസ്കാരത്തിന് പുറത്തായിരിക്കും. റുക്നോ? റുക്ന് നേരെ ഓപ്പോസിറ്റാണ്, നിസ്കാരത്തിൻ്റെ ഉള്ളിലായിരിക്കും. നിൽക്കണം, നിസ്കാരത്തിൽ നിൽക്കണം, അത് റുക്നാണ്. നിസ്കാരത്തിൻ്റെ ഉള്ളിലല്ലേ അത്? നിസ്കാരത്തിൻ്റെ ഉള്ളിലാണ്. ഷർത്ത് പുറത്തായിരിക്കും, റുക്ന് ഉള്ളിലായിരിക്കും. വാജിബും ഇതുപോലെ തന്നെ ഉള്ളിലായിരിക്കും, നിസ്കാരത്തിൻ്റെ ഉള്ളിലായിരിക്കും. വാജിബായ കാര്യം നിസ്കാരത്തിൻ്റെ ഉള്ളിലാണ് ഉൾപ്പെടെ. സുന്നത്തുകൾ നിസ്കാരത്തിൻ്റെ ഉള്ളിലാണ്, നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ആകെ പുറത്ത് നിൽക്കുന്ന ആളാര് മാത്രമാണ്? ഷർത്ത് മാത്രമാണ്. ഷർത്ത് നിസ്കാരത്തിന് പുറത്താണ്. രണ്ടാമത്തെ വ്യത്യാസം, ഷർത്ത് ഒരാൾ ബോധപൂർവ്വം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവും. ഒരാൾ ബോധപൂർവ്വം വുളു എടുത്തില്ല, നിസ്കാരം സഹിയാവോ? ഇല്ല. റുക്ന് ഒരാൾ ബോധപൂർവ്വം ഉപേക്ഷിച്ചാലോ? നിസ്കാരം നിൽക്കുക എന്നുള്ളത് ഒരാൾക്ക് സാധിക്കുന്നുണ്ട്, പക്ഷേ ഉപേക്ഷിച്ചു, നിസ്കാരം ബാത്തിലാവോ? നിസ്കാരം ബാത്തിലാവും. വാജിബ് ഒരാൾ ബോധപൂർവ്വം ഉപേക്ഷിച്ചു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞില്ല, നിസ്കാരം ബാത്തിലാവോ? റുക്കുവിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞില്ല, നിസ്കാരം ബാത്തിലാവോ? ബാത്തിലാവല്ലേ? ബാത്തിലാവും. വാജിബ് ഒരാൾ ബോധപൂർവ്വം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവും. സുന്നത്ത് ഒരാൾ ബോധപൂർവ്വം ഉപേക്ഷിച്ചാലോ? ബാത്തിലാവില്ല, നിസ്കാരം ബാത്തിലാവില്ല. സുന്നത്തായ ഒരു കാര്യം ഒരാൾ ബോധപൂർവ്വം ഉപേക്ഷിച്ചാലും നിസ്കാരം ബാത്തിലാവുകയില്ല. നിസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽ കുറവ് വരും എന്ന് മാത്രം. അപ്പോൾ 2 കാര്യമായി. ഒന്ന്, ഷർത്ത് റുക്ന് ഇതൊക്കെ എവിടെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ബോധപൂർവ്വം ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ എന്ന കാര്യമായി. മൂന്നാമത്തെ കാര്യം, ബോധപൂർവ്വം ഉപേക്ഷിച്ചതിൻ്റെ വിധി പറഞ്ഞു. മറന്നു കഴിഞ്ഞാലോ? ഷർത്ത് ഒരാൾ മറന്നെന്ന് പറഞ്ഞാൽ കാലാകാലം മറക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. മറന്നു എന്നിട്ട് പിന്നെ ഓർമ്മ വന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഒരാൾ മറന്നു, ഇപ്പോൾ ഒരാൾ വുളു എടുക്കാൻ മറന്നു, നിസ്കരിച്ചു, പിന്നെ അയാൾ പരലോകത്തെത്തിയത് വരെ അയാൾക്കിത് ഓർമ്മയില്ല, വുളു പോയ കാര്യം. അയാളുടെ മേലും വല്ല ബാധ്യതയുണ്ടോ? ഇല്ല. അയാൾ റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ, അയാൾ മറന്നുപോയാളാണ്, അയാൾ തെറ്റുകാരനല്ല. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറന്നിട്ട് പിന്നെ ഓർമ്മ വന്നു, അപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഒരാൾ ഷർത്ത് മറന്നു എന്നിട്ട് പിന്നെ ഓർമ്മ വന്നു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം മടക്കണോ വേണ്ടേ? വുളു എടുക്കാൻ മറന്നു, നിസ്കരിച്ചു, നിസ്കരിച്ചതിന് ശേഷം ഓർമ്മ വന്നു, വുളു എടുത്തിട്ടില്ല, നിസ്കാരം മടക്കണോ വേണ്ടേ? മടക്കണം. എല്ലാ ഷർത്തുകളും അങ്ങനെ തന്നെയാണോ? അല്ല. ഒരു ഷർത്ത് ഒഴികെ. ചില ആളുകൾ അത് വേറെ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ പറയാം, എളുപ്പത്തിന് പറയാം. നജസ് നീക്കുക എന്ന ഷർത്ത് ഒഴികെ, ശരീരത്തിൽ നജസ് നീക്കുക എന്നുള്ള ഷർത്ത് ഒഴികെ ബാക്കി എല്ലാ ഷർത്തുകളും ഒരാൾ മറന്നിട്ട് വീണ്ടും ഓർമ്മ വന്നാൽ നിസ്കാരം മടക്കണം. എല്ലതും. ഖിബ്ലയ്ക്ക് നേരെ നിൽക്കണം, ഒരാൾ മറന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചു, നിസ്കാരത്തിന് ശേഷം ഓർമ്മ വന്നു, വീണ്ടും നിസ്കാരം മടക്കണം. ഔറത്ത് മറക്കാൻ മറന്നു, നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്, എങ്ങനെ നിസ്കാരം മടക്കണം? അപ്പോൾ നജസ് നീക്കുക എന്നതൊഴികെ, ശരീരത്തിൽ നജസ് ഉണ്ടായിരുന്നു, വസ്ത്രത്തിൽ നജസ് ഉണ്ടായിരുന്നു, നിസ്കരിക്കാൻ നിന്നു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്ന് നജസ് ഉണ്ടായിരുന്നു, വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു, നിസ്കാരം മടക്കേണ്ടതില്ല. ഈ ഷർത്ത് ഒഴികെ ബാക്കി എല്ലാ ഷർത്തുകളും എന്താണ്? മറന്നു കഴിഞ്ഞാൽ പിന്നീട് ഓർമ്മ വന്നാൽ നിസ്കാരം മടക്കണം. അത് വക്ത് കഴിഞ്ഞിട്ടാണെങ്കിലും. ളുഹർ നിസ്കരിച്ചു, ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ളുഹർ നിസ്കരിച്ച സമയത്ത് ഒന്നും ഇല്ലായിരുന്നു, എങ്കിലിപ്പോൾ നിസ്കാരം മടക്കണം. ഓർമ്മ വന്നാൽ നിസ്കാരം മടക്കി നിർവഹിക്കണം. റുക്നുകൾ മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ ഓർമ്മ വന്നു, നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്, നിസ്കാരത്തിലൊരു സുജൂദ് ചെയ്തിട്ടില്ല, എന്ത് ചെയ്യണം? മടക്കണോ വേണ്ടേ? എങ്ങനെ മടക്കണം? നിസ്കാരം മൊത്തം മടക്കണോ? കുറേ സമയം നീണ്ടുപോയിട്ടുണ്ട് എങ്കിൽ നിസ്കാരം മൊത്തത്തിൽ മടക്കണം. ഇല്ലെങ്കിൽ ഏത് റക്അത്തിലെ റുക്നാണോ മറന്നത് ആ റക്അത്ത്
നഷ്ടപ്പെട്ടതായി കണക്ക് കൂട്ടുകയും അത് മടക്കി നിസ്കരിക്കുകയും വേണം. ഒരു റക്അത്തിലെ സുജൂദേ മറന്നിട്ടുള്ളൂ എങ്കിൽ ഒരു റക്അത്ത് മടക്കി നിസ്കരിച്ചാൽ മതി. പെട്ടെന്ന് ഓർമ്മ വന്നെങ്കിൽ നമ്മൾ സലാം വിട്ടി ഒരു റക്അത്ത് സുജൂദ് മിസ്സായിട്ടുണ്ടല്ലോ എങ്കിൽ ആ റക്അത്ത് അയാൾ മടക്കി നിർവഹിക്കണം. 2 റക്അത്തിൽ പോയിട്ടുണ്ടെങ്കിലോ 2 റക്അത്ത് മടക്കി നിസ്കരിക്കണം. അപ്പോൾ റുക്നിൻ്റെ കാര്യം അതാണ്. റുക്ന് മറന്നിട്ട് ഓർമ്മ വന്നാൽ നിസ്കാരം മടക്കി നിർവഹിക്കണം. വാജിബ് ഒരാൾക്ക് മറന്നു, നിസ്കാരം കഴിഞ്ഞ ശേഷം ഓർമ്മ വന്നത് മറന്നുപോയതാണ്, അല്ലെങ്കിൽ നിസ്കാരത്തിന് ഇടയിൽ ഓർമ്മ വന്നു, എന്താ ചെയ്യണ്ടേ? സഹുവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. നിസ്കാരം മൊത്തത്തിൽ മടക്കേണ്ടതില്ല. റക്അത്ത് ഇതാണ് വാജിബ് റുക്നൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ടുള്ള ഉപകാരം. വാജിബ് പഠിച്ചാൽ ഇത് മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സഹുവിൻ്റെ സുജൂദ് മതി. റുക്നാണെങ്കിലോ സഹുവിൻ്റെ സുജൂദ് മാത്രം മതിയാവുകയില്ല, മറിച്ച് ആ റക്അത്ത് ഒന്നാകെ മടക്കേണ്ടതുണ്ട്. സുന്നത്താണെങ്കിലോ സുന്നത്ത് മറന്നുപോയി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരാൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്തായ കാര്യം മറന്നുപോയാൽ, അയാൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്തായ ഒരു കാര്യം മറന്നുപോയാൽ അയാൾക്ക് സഹുവിൻ്റെ സുജൂദ് വേണമെങ്കിൽ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിക്കുല്ലി സഹുവിൻ സജ്ദതാൻ, നിസ്കാരത്തിൽ സംഭവിക്കുന്ന എല്ലാ മറവികൾക്കും 2 സുജൂദുകളുണ്ട്. അപ്പോൾ ഒരാൾ സ്ഥിരമായി ചെയ്യുന്നൊരു സുന്നത്തായ കാര്യം മറന്നിട്ട് ചെയ്യാതെ പോയതാണെങ്കിൽ അയാൾക്ക് സഹുവിൻ്റെ സുജൂദ് ചെയ്യാം, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 3 കാര്യം പറഞ്ഞു. ഇതൊക്കെ 3 കാര്യം: ഷർത്ത്, റുക്ന്, ഇതൊക്കെ എവിടെയാണ് നിസ്കാരത്തിൽ വരിക. 2 ബോധപൂർവ്വം ഉപേക്ഷിച്ചാൽ അതിൻ്റെ വിധി എന്താണ്. 3 മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിധി എന്താണ്. ഇത്രയുമാണ് ഷർത്ത്, റുക്ന്, വാജിബ്, സുന്നത്ത് എന്നിവക്കിടയിലുള്ള വ്യത്യാസങ്ങൾ. ഈ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തൽ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമ്മൾ റുക്ന്, വാജിബ് ഇതൊക്കെ ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. നിസ്കാരം ഇങ്ങനെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് തറവായിരിക്കണം. തറവെന്ന് പറഞ്ഞാൽ അത്രയും എപ്പോൾ ചോദിച്ചാലും ഓർമ്മ കിട്ടുന്ന രൂപത്തിൽ ഏതൊക്കെ റുക്നുകളാണ്, ഏതൊക്കെ വാജിബുകളാണെന്ന് അത്രയും ഉറപ്പുണ്ടായിരിക്കണം. കാരണം നിസ്കാരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താൻ സാധിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്, പഠിച്ചിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം അവൻ്റെ ദീനിലെ വിധിവിലക്കുകൾ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا زدنا إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.